ഇതൊക്കെ അല്ലാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാണെങ്കിൽ ആ നാഥനെ അറിയുവാനും അന്വേഷിക്കുവാനുമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തേണ്ടത്. ഈ ഒരു നാഥനെ ഫറോവയുടെ രാജകൊട്ടാരത്തിൽ മൂസാ നബി പരിചയപ്പെടുത്തിയപ്പോ, ഈ ഒരു റബ്ബിനെ മൂസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയപ്പോ ഫറോവ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ റബ്ബാരാണടോ, നിന്റെ റബ്ബാരാണടോ മൂസ എന്ന് ചോദിച്ചപ്പോ മഹാനായ മൂസാ നബി പറഞ്ഞ മറുപടി എന്താണ്? ഖാല റബ്ബുനല്ലദീ അഗ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ലോകത്ത് ഇന്നേ വരെ ആർക്കും കൊടുക്കാൻ കഴിയാത്തൊരു മറുപടിയാണത്. ഖാല റബ്ബുനല്ലദീ അഗ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിക്കുകയും അതിനെ സംവിധാനിക്കുകയും അതിനു വേണ്ട ഓരോന്നിനും അതിന്റെ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാരാണോ അവനാണ് എന്റെ റബ്ബ് എന്നാണ് മൂസാ നബി പറഞ്ഞത്. ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞ് എണീറ്റ് നിന്നാൽ ആദ്യം പോകുന്നത് അതിന്റെ സ്തന്യം നുകരാനാണ്, പാല് കുടിക്കാനാണ്. ഇന്നേ വരെ ഭൂമിയിലേക്ക് കടന്നു വരാത്ത ആ പശുക്കുട്ടിക്ക് ആരാണ് ഉമ്മയുടെ അകിട്, അമ്മയുടെ അകിട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തത്? അതാണ് ഖാല റബ്ബുനല്ലദീ അഗ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. 18,000 കിലോമീറ്റർ ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് ഹേമന്തങ്ങളും വസന്തങ്ങളും ഗ്രീഷ്മങ്ങളും താണ്ടി യാത്ര പോകുന്ന ആർട്ടിക് മുട്ടയിടാൻ ഒരു ഗൂഗിൾ മാപ്പില്ല, ഒരു ദ്വിഭാഷിയില്ല, ഒരു ചൂണ്ടുപലകയില്ല, ഒരു സൂചനാ ബോർഡില്ല, ഒരു വഴികാട്ടിയില്ല. 18,000 കിലോമീറ്റർ പറന്നു പോകുന്ന ആ പക്ഷിക്ക് മുട്ടയിടാൻ വഴി കാണിച്ചു കൊടുത്തവൻ, മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞാൽ കുഞ്ഞിനെ കാത്തു നിൽക്കാതെ ആർട്ടിക്കിലേക്ക് തിരിച്ചു പറക്കുന്ന അത്ഭുതകരമായ അള്ളാഹുവിന്റെ സൃഷ്ടി, അതല്ല അത്ഭുതം. ഇന്നേ വരെ ചൂടെന്താണ്, ആകാശം എന്താണ്, കടലെന്താണ്, കാറ്റെന്താണെന്നറിയാത്ത കുഞ്ഞു പക്ഷി തന്റെ തള്ളപ്പക്ഷി പറന്ന അതേ ഭ്രമണമണ്ഡലങ്ങളിലൂടെ പറന്ന് തന്റെ തള്ളപ്പക്ഷിയെ 18,000 കിലോമീറ്റർ പറന്ന് ഫോളോ ചെയ്ത് കണ്ടെത്തുന്ന ആ വഴി കാണിച്ചു കൊടുത്തവനായ റബ്ബ്, അതാണ് ഖാല റബ്ബുനല്ലദീ അഗ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവജാലങ്ങൾ എങ്ങനെ അങ്ങോട്ട് എണ്ണിയണ്ടല്ലോ തീരൂല, ദിവസങ്ങളോളം പറഞ്ഞാലും തീരൂല. അത്രത്തോളം വിശാലമായ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ, വഴി കാണിച്ച, അവക്കെല്ലാം അതിന്റെ ഹുദ നൽകിയ ആ റബ്ബാണ്. അവനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. മഅരിഫത്തുല്ലാഹ്. തന്റെ രക്ഷിതാവിനെ അറിയാനും പഠിക്കാനും ഒരാൾ ശ്രമിച്ചില്ല എങ്കിൽ അവൻ ഏറെ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ മഹാപ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെല്ലാം ഏതൊരു രക്ഷിതാവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാണോ? ഉദയചന്ദ്രനും താരകോടികളും അതുപോലെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടിവർഗങ്ങളെല്ലാം ആരുടെ കഴിവിനാലാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ആ നാഥനെ അറിയുവാനും അവനെ അന്വേഷിക്കുവാനും പഠിക്കുവാനും ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തിയില്ല എങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന മരണത്തിന്റെ മലക്കിന്റെ മുന്നിൽ നമ്മൾ ഏറെ വിയർക്കേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറയുടെ 164 ആയത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലും വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ, ആകാശത്തിന്റെ കാർമേഘക്കേറുകളിൽ നിന്ന് അല്ലാഹു വർഷിപ്പിച്ചു തരുന്ന മഴയിലും ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, അതിനുശേഷം നിർജീവമായ ഭൂമിയെ ജീവസുറ്റമാക്കുന്ന ആ നാഥനിലും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ,
അതിനുശേഷം ഈ ഭൂമിയിൽ ഒരുപാട് ജന്തുവർഗങ്ങളെ വ്യാപിപ്പിക്കുകയും ചെയ്തവനായ റബ്ബ്. വീണ്ടും അല്ലാഹു അവന്റെ ചില അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നു. കാർമേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന കാറ്റുകളിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത് ഞാൻ പറഞ്ഞതെന്തിനാണ്? എന്താ ഈ പറഞ്ഞതിന്റെ ഒക്കെ ചുരുക്കം? ഈ പ്രപഞ്ചത്തിലെ അചേതനമാകട്ടെ സചേതനമാകട്ടെ എല്ലാ വസ്തുക്കൾക്കും അതിന്റെ കണിശവും സ്ഥൂലവുമായ വ്യവസ്ഥ നിർണയിച്ചവനാണവൻ. വിശുദ്ധ ഖുർആനിലെ മക്കാ മണ്ണിലെ ജബലുൻ നൂറിന്റെ മുകളിലെ ഹിറാ ഗുഹയുടെ ഉള്ളിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കൊണ്ടുവന്ന ഖുർആനിലെ ലോകത്തെ മാറ്റത്തിന്റെ പടപ്പാട്ട് പാടിയ മഹാവേദഗ്രന്ഥത്തിലെ ആദ്യത്തെ 5 വചനങ്ങൾ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഏതെങ്കിലും ഒരു നാട്ടിലെ അറിയപ്പെടുന്ന ദൈവമാണെന്ന് ആരാധിക്കപ്പെടുന്നവനാണെന്ന് പറയുന്ന ഔലിയയെയോ ആരാധ്യന്മാരെയോ അല്ല പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വചനം 6000 ചില്ലാനം വചനങ്ങളിലെ ആദ്യത്തെ വചനമാണല്ലോ പറയുന്നത്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക, വായിക്കണം, പഠിക്കണം, അന്വേഷിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഏക വേദഗ്രന്ഥമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ഈ റബ്ബ്? ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അലഖിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്, ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. കാലഘട്ടത്തിന്റെ വികാസങ്ങളൊന്നും നടക്കാത്ത കാലഘട്ടങ്ങളിലാണ് അലക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് ഖുർആൻ ആദ്യമായി. ഒട്ടകത്തിന്റെ കടിഞ്ഞാണം പിടിച്ച് ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടാൽ ഇതിലൂടെ ഒരു ഒട്ടകം പോയിട്ടുണ്ടെന്ന് പറയാൻ, ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ അത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ മുമ്പ് മരുഭൂമിയിൽ ഇതാ ഇതിലൂടെ ഒരു ഒട്ടകം പോയിട്ടുണ്ടെന്നും പറയാൻ മാത്രം അറിഞ്ഞിരുന്ന അറേബ്യൻ ജനതയുടെ മുന്നിലാണ് ഇന്നത്തെ ശാസ്ത്രത്തെ വെല്ലുന്ന സംസാരം മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. ഇഖ്റാ വറബ്ബുക്കൽ അക്രം. നിന്നെ സൃഷ്ടിച്ചവനായ അത്യുദാരനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വീണ്ടും വായിക്കാനാ പറയണേ. ഇഖ്റാ ചെയ്യുന്നുണ്ടോ? നമ്മള് അറിയുന്നുണ്ടോ നാഥനെ വായിച്ചു പഠിക്കാൻ? സമയം കണ്ടെത്തുന്നുണ്ടോ? ആരാണവൻ? അല്ലദീ അല്ലമ ബിൽ ഖലം. ലോകത്തെ ഇന്ന് മാറ്റങ്ങൾക്ക് ഒരുപാട് കാരണമായ തൂലികയുടെ ഉന്തുന്ന മൂർച്ചയുള്ള പേനകൾ, ആ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണവൻ. പേനൊരു അത്ഭുത സൃഷ്ടിയാണ്, കാണാൻ വലിയ കോലൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങളും പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ എത്രയാണ്? അതിനേക്കാൾ മൂർച്ചയുള്ളൊരു കത്തിയുണ്ടോ ലോകത്ത്? അതിനേക്കാൾ വലിയ ബോംബുണ്ടോ? അതിനേക്കാൾ വലിയ ഒരു ആയുധമുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അല്ലാഹു പറയാണ് അതിനെ സൃഷ്ടിച്ചവനാണവൻ, അതുകൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണവൻ. മാത്രാണോ? അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യൻ അറിയാത്ത കാര്യങ്ങൾ എന്താണോ അത് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അങ്ങോട്ട് അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ കുറെ പറയാണ്ട്. ഇങ്ങനെ ഭൗതിക വിജ്ഞാനത്തിലൂടെ പുരോഗതി പ്രാപിക്കുവാനുള്ള അറിവും കഴിവും നൽകിക്കൊണ്ടാണ് നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമയെ വരെ, അതിന്റെ മുമ്പ് ഒരു മനുഷ്യല്ലല്ലോ, ആദം നബിയുടെ മുമ്പ് ഒരു മനുഷ്യല്ലല്ലോ, ആ മനുഷ്യരെ വരെ ലോകത്തേക്കല്ല പറഞ്ഞയച്ചത് അങ്ങനെ അറിവ് കൊടുത്തിട്ടാണ്. വെറുതെ പറഞ്ഞയച്ചതല്ല, വെറുതെ പറഞ്ഞതുമല്ല. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിന്റെ 31 എന്താണ്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് നാമങ്ങളായ നാമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ദാ ഒരു പച്ച പുൽച്ചാടിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ്. കല്ല് കാണിച്ചു കൊടുത്ത് പറഞ്ഞു ഇത് കല്ലാണ്. കഴിക്കുന്ന ഒരു ഭക്ഷണം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് കഴിക്കുന്ന ഒരു വസ്തുവാണ്. എല്ലാം അല്ലാഹു ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ മുമ്പിൽ അതൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, നിങ്ങളൊക്കെ സത്യസന്ധന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് അല്ലാഹു അന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനുഷ്യർക്ക്. അപ്പൊ അവിടെ നിങ്ങോട്ട് തുടങ്ങിയതാണ് ആ വിശാലമായ പ്രയാണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും ഒരു സത്യമുണ്ട്. ഈ വിലയേറിയ അറിവുകളൊക്കെ സ്വായത്തമാക്കാനും നേടിയെടുക്കാനും
നമുക്കൊക്കെ വല്ലാതെ സമയമുണ്ടോ? ഞാൻ പറയട്ടെ, നമ്മളെ തിരക്കുകൾക്കിടയിൽ സമയമുണ്ടോന്നല്ല, നമ്മളെ ആയുസ്സിന് ഗ്യാരണ്ടി ഉണ്ടോ? അതാ ചോദിച്ചത്. നമ്മളെ ആയുസ്സിന് ഗ്യാരണ്ടി ഉണ്ടോ? ഒരുപക്ഷെ ഈ ഓരിമുക്ക് അങ്ങാടിയുടെ ടൗണിന്റെ ഏരിയയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ടൂ വീലറിൽ ഒരു വാഹനം ഇടിച്ചാൽ തീർന്നില്ലേ? ശരീരത്തിലൂടെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഏതെങ്കിലും ഒരു ഞരമ്പ് പണിമുടക്കിയാൽ തീർന്നില്ലേ സഹോദര? അത്രയേ ഉള്ളൂ. അതിന്റെ ഇടയിലെ കുറച്ചുള്ളൂ സമയം നേടിയെടുക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ചെയ്യാറായില്ല എങ്കിൽ അത് വലിയ നഷ്ടമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പച്ചക്ക് നേരെ പറഞ്ഞു. ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. സ്വന്തം ദേഹത്തിനും സ്വന്തം ഫാമിലിക്കും നഷ്ടം വരുത്തി വെച്ചവർ ആരാണ്? അതാണ് അല്ലാഹനെ പഠിക്കാതെ ഇബാദത്തുകൾ ചെയ്യാതെ ജീവിച്ചു മരിച്ചു പോയ ആളുകളുടെ അവസ്ഥ എന്നുള്ളത് മാത്രമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. 60 വയസ്സായാലും കൂട്ടത്തിലുണ്ടാവും. ജീവിതത്തിന്റെ ലഹറിലും അസറിലും എത്തിയവരുണ്ട്, മാരുവിയിൽ എത്തിയവരുണ്ട്, ഇശായിലേക്ക് പ്രയാണം കുറിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ സഹോദര സഹോദരി, ഈ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടും എത്ര സമയമാണ് റബ്ബിന്റെ ആ ഒരു അറിവിനെ കുറിച്ച് നേടിയെടുക്കാൻ, നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ അവനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സമയം ചെലവഴിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ശക്തമായിട്ടൊന്ന് ആലോചിക്കണം. എന്തൊക്കെ വിഷയങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സങ്കീർണമായ തിയറികൾ ഉരുകിത്തീരുന്ന മെഴുകുതിരി വെളിച്ചത്തിന്റെ ചുറ്റുമിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളില്ലേ? കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് സങ്കീർണമായ തിയറികൾ പഠിക്കുന്നവരില്ലേ? തന്റെ ബിസിനസ് കൂടുതൽ മെച്ചപ്പെടാൻ ഉറക്കമൊഴിക്കുന്നവരില്ലേ? സുദീർഘമായ യാത്ര ചെയ്യുന്നവരില്ലേ? വിശപ്പ് സഹിക്കുന്നവരില്ലേ? കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരില്ലേ? എന്തേ പിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിനെ അറിയാൻ നീ സമയം കണ്ടെത്താതെ പോയി? അത് കുറച്ച് മൂല്യമാർക്കുള്ള പണിയാണോ പ്രിയപ്പെട്ടവരെ? അത് കുറച്ച് പണ്ഡിതന്മാരുടെ മാത്രം ഡ്യൂട്ടിയാണോ? അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കണം. 3 കഷ്ടം വെള്ളത്തുണിയിൽ ഒരുപക്ഷെ പടന്ന അങ്ങാടിയുടെ ഓരിമുക്കങ്ങാടിയുടെ പരിസര പ്രദേശങ്ങളിൽ നമ്മളെ കെട്ടിവരിയാനുള്ള കഫൻ പുടവ വന്നിട്ടില്ലെന്ന് പറയാൻ സാധിക്കുമോ? നമുക്ക് സാധിക്കുമോ? ആ കെട്ടി വലിഞ്ഞങ്ങോട്ട് കൊണ്ടുപോകുമ്പോ കബറൊക്കെ കിടത്തൂലേ? ഒന്നാമത്തെ ചോദ്യം എന്താണ് അവിടെ? നീ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക എന്നാണ്, നിന്റെ റബ്ബാരാണ് എന്നാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും ആരാധനക്കർഹൻ എന്നല്ലതിന്റെ അർത്ഥം, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ നിന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ എന്നാണ് ഏറ്റവും നല്ല വചനമായ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. അത് പഠിച്ചിട്ടുണ്ടോ? അതിന് എത്ര ഷർത്തുണ്ട്? എന്താ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഉദ്ദേശം? ചെറുപ്പത്തിൽ ഉമ്മ തൊട്ടിയിലിട്ട് നമ്മൾ അങ്ങനെ ആട്ടിയപ്പോ നമ്മൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് വളർന്നു. അതിന്റെ അപ്പുറത്തേക്കൊരു വികാസത്തിന്റെ പരിണാമം, ആ മേഖലയിൽ ഒരു പഠനം നടത്താൻ നമുക്ക് സാധിച്ചോ എന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ പറയല്ല, ഒരു ചെറിയൊരാലോചനക്ക് വേണ്ടി ചോദിച്ചത് മാത്രമാണ്. നമ്മുടെ റബ്ബിനോടുള്ള ഏറ്റവും വലിയ കടപ്പാടെന്താ? ഞാൻ സ്നേഹത്തോടെ ചോദിക്കാം. ഈ പറയുന്ന എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനോടുള്ള ഏറ്റവും വലിയ കടപ്പാടെന്താണ്? അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്, അവനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്, ഓ പ്രവാചകരെ പറയുക, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? ഇവിടെ പറഞ്ഞ അറിവ് ബയോളജി അല്ലട്ടോ. ഇവിടെ പറഞ്ഞ അറിവ് ബിസിനസിന്റെ അറിവല്ല. ഇവിടെ പറഞ്ഞ അറിവ് ഭൗതികപരമായ അറിവല്ല. ഈ ലോകത്തിന്റെ റബ്ബിന്റെ ദീനിനെ കുറിച്ചും അവനെ കുറിച്ചും അറിവുള്ളവനും അറിയാത്തവനും സമമാണോ? സമാണോ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ അള്ളാന്റെ ദീന് പഠിക്കാൻ വേണ്ടി ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് മാറിയിരുന്ന് ഇതാ സലഫി ഉലമാക്കൾ എഴുതിയൊരു പുസ്തകം വായിക്കാൻ, അല്ലെങ്കിൽ അത്തരം ദർസുകൾ കേൾക്കാൻ, അല്ലെങ്കിൽ അത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുന്ന സദസ്സിലൊന്ന് വേണ്ട, എനിക്കെന്റെ ബിസിനസ്സിനേക്കാൾ വലുത്, എന്റെ കുടുംബത്തെക്കാൾ വലുത്, എന്റെ ആരോഗ്യ പ്രോബ്ലംസുകളേക്കാൾ വലുത് എന്റെ റബ്ബിന്റെ ദീനാണ്, അതുകൊണ്ട് അത് പഠിക്കുന്ന ഒരു സദസ്സ് അവിടെയുണ്ട്, ഞാൻ അവിടെ ചെല്ലണം എന്ന് എപ്പോഴെങ്കിലും ബൾബ് എത്തിക്കണം നമ്മുടെ മനസ്സിൽ? ചോദിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പ്രയാസപ്പെടുത്താൻ ചോദിക്കല്ല,
മരിക്കുമ്പോൾ നമ്മളാരും പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്.